എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ക്യാമ്പയിൻ്റെ ഏറ്റവും സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ക്യാമ്പയിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനം ഈ വരുന്ന 11-ാം തീയതി എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുകയാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ 1,00,000 പ്രവർത്തകർ, എൻഡിഎയുടെ പ്രവർത്തകർ പങ്കെടുക്കും. ബിജെപിയും 2020-യും BDJS-ഉം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ആ സമ്മേളനത്തിലുണ്ടാകും. കേരളത്തിൻ്റെ മധ്യഭാഗത്ത് എറണാകുളത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന വലിയൊരു സമ്മേളനം വയ്ക്കാൻ സാധിച്ചത് അതിൻ്റെ ഗുണം കേരളത്തിൽ ആകമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. കേരളത്തിൽ 70 വർഷമായിട്ട് നിലനിൽക്കുന്ന ഇടത് വലത് രോഗം അത് അവസാനിപ്പിച്ച് കേരളത്തിൽ വികസനത്തിൻ്റെയും ഭാവാത്മക രാഷ്ട്രീയത്തിൻ്റെതുമായിട്ടുള്ളൊരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ആബാലവൃദ്ധം ജനതയും. എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞ കേരളത്തിൽ ഒരു മോചനം ആവശ്യമാണ്. അതാണ് മാറ്റം തുടങ്ങാം എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ BJP ഉദ്ദേശിക്കുന്നത്. വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ളതാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറാത്തതിനി മാറും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അത് കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കേരള ജനത അത് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കേരളത്തിൽ BJPക്ക് അഭൂതപൂർവമായിട്ടുള്ള നേട്ടവും ആ മുദ്രാവാക്യത്തിൻ്റെ പിൻബലത്തിൽ കേരളത്തിലുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ MLA-മാർക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ 140 അസംബ്ലികളിലുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതിയായി MLA, മാറ്റം തുടങ്ങാം എന്നുള്ളതാണ് 140 അസംബ്ലികളിലായിട്ട് നടക്കുന്ന NDA ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം. അതാണ് MLA-മാർക്കെതിരെ ഒപ്പുശേഖരണം നടക്കുന്നു. MLA-മാരുടെ ചാർജ് ഷീറ്റ്, കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. MLA-മാർക്കെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ ആ അസംബ്ലിയിൽ വരുന്ന സമ്മതിദായകർ ഒപ്പിടുന്നു. പല അസംബ്ലികളിലും അവിടെ 50,000-ഉം 40,000-ഉം 60,000-ഉം ആൾക്കാർ MLA-ക്ക്, അത് അവിടുത്തെ MLA-ക്കെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. MLA മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ MLA-യെ ജനങ്ങൾ തോൽപ്പിക്കുന്നു, ജനങ്ങൾ MLA-ക്കെതിരെ വിധി എഴുതുന്നു എന്നതാണ് MLA-ക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ, അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രത്തിൽ ആ അസംബ്ലിയിലുള്ള നല്ലൊരു ശതമാനം, 40%-ഉം 30%-ഉം വോട്ടർമാർ ആ കുറ്റപത്രത്തിൽ ഒപ്പിടുന്നതിലൂടെ കാണിക്കുന്നത് അതാണ്. അങ്ങനെ കേരളത്തിൽ നിരവധി MLA-മാർക്കെതിരെ ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർ പരാജയമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ആ വിവരം ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ MLA-മാരുടെ ഓഫീസിന് നേരെ NDA-യുടെ നേതൃത്വത്തിലുള്ള മാർച്ചുകൾ നടക്കുന്നു. വ്യാപകമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും പ്രതിപക്ഷത്തിനെതിരായിട്ടുമുള്ള സമരം നടക്കുന്നതോടൊപ്പം തന്നെ അതാത് സ്ഥലത്തെ പ്രാദേശിക വികസനങ്ങൾ അട്ടിമറിക്കുകയും ആ വികസനത്തിന് ഇടങ്കോലിടുകയും ചെയ്ത MLA-മാർക്കെതിരെയും അതിശക്തമായിട്ടുള്ള സമരം പ്രാദേശിക തലത്തിൽ നടക്കണമെന്നുള്ള NDA-യുടെ തീരുമാനപ്രകാരമാണ്
ഈ മതിയായി MLA ക്യാമ്പയിൻ ഈ കേരളത്തിലാകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ മതിയായി MLA ക്യാമ്പയിന്റെ സമാപനവും വരാൻ പോകുന്ന മാറ്റം തുടങ്ങാം വികസിത കേരളം മോദിക്കൊപ്പം എന്നുള്ള ക്യാമ്പയിന്റെ ആരംഭവുമാണ് 11-ാം തീയതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നടക്കുക. 1.5 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചിൻ എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 11:30 അവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്ന് അഖില കേരള ധീവര സഭയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനായിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പോകും. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് കൊച്ചി ഹെലിപ്പാഡിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് അദ്ദേഹം മറൈൻ ഡ്രൈവിലേക്ക് അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് പോകും. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആണ് കലൂർ സ്റ്റേഡിയത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. ആ ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് ആണ് പാർട്ടിയുടെ NDAയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേരുക. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ ഒരു സ്വീകരണം 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോയോടൊപ്പം ഒരു സ്വീകരണമാണ് ഞങ്ങൾ കൊച്ചിയിൽ ഒരുക്കുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗം മുതൽ ആ സ്റ്റേഡിയത്തിന്റെ അവസാനം തയ്യാറാക്കിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സമ്മേളന നഗരി വരെ 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന റോഡ് ഷോ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും. കൊച്ചിയിൽ മുമ്പ് തേവരയിൽ നടന്ന റോഡ് ഷോ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള റോഡ് ഷോയാണ്. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും റോഡ് ഷോയിലൂടെ ഞങ്ങൾ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാക്കുന്നത്. ആ സ്വീകരണം കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹം 1 മണിയോടുകൂടി BJPയുടെ വേദിയിൽ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ NDAയുടെ പരിപാടി 12 മണിക്ക് തന്നെ ആരംഭിക്കും. NDAയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ സാബു M. ജേക്കബ്, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ വേദിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് NDA നേതാക്കന്മാരും വേദിയിലുണ്ടാകും. 10,000-കണക്കിന് വരുന്ന ഘടകകക്ഷികളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് റോഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ പരിപാടി കാണുന്നതിന് വേണ്ടി പ്രത്യേക പന്തൽ ഞങ്ങൾ ആ കലൂർ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്ക് ഈ മോദിജിയുടെ പരിപാടി പൂർത്തിയാകുന്നതുവരെ ആ പ്രത്യേക പന്തലിൽ ഇരുന്നിട്ട് ഈ പരിപാടി വീക്ഷിക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ ഇതിനോടകം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ പരിപാടി കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിന് കരുത്തു പകരുന്ന പരിപാടിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷവും എന്ന് പറയുന്നത് ഒരു പക്ഷം തന്നെയാണ്. ഇടതുപക്ഷവും വലതുപക്ഷത്തിനും അവരിട്ടിരിക്കുന്ന ഒരു പക്ഷത്തിന്റെ പേര് ഇന്ത്യ മുന്നണി എന്നാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇത് രണ്ടും ഒരു പക്ഷമാണ്, ഈ കേരളത്തെ നശിപ്പിച്ച പക്ഷമാണ്. ഈ 2 പക്ഷത്തെയും തോൽപ്പിച്ചാൽ മാത്രമേ കേരളത്തിന് മാറ്റമുണ്ടാകൂ. ആ മാറ്റമുണ്ടാകാൻ വേണ്ടി കരുത്തു പകരുന്ന സമ്മേളനമായിട്ട് 1.5 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുന്ന മോദിജിയുടെ പരിപാടി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഈ സമ്മേളനത്തിനും തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും NDAയോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ NDAയുടെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് എറണാകുളത്ത് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ നമ്മളോട് സൂചിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമ്മേളനമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പുതിയ കാൽവെപ്പാണ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ സംബന്ധിക്കുന്ന ബഹുമാനായ നരേന്ദ്രമോദിജിയുടെ പരിപാടി.
NDA വിപുലപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി നടക്കുന്ന സമ്മേളനം. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ ഏതാണ്ട് 12ഓളം ഘടകകക്ഷികൾ NDAയുടെ ഭാഗമാണ്. ഭാരതീയ ജനതാ പാർട്ടി, അതുപോലെ തന്നെ BDJS, 2020, അതുപോലെ തന്നെ ശ്രീമാൻ താമരാക്ഷൻജി, 5 പ്രാവശ്യം MLA ആയിരുന്ന താമരാക്ഷൻജി നേതൃത്വം കൊടുക്കുന്ന JSS, ശ്രീമാൻ കുരുവിള മാത്യൂസ് നേതൃത്വം കൊടുക്കുന്ന നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ VV രാജേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് ജനതാദൾ, ശിവസേന, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുക്കുന്ന കാമരാജ് കോൺഗ്രസ്, ലോകജനശക്തി പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന മുൻ MP-യും MLA-യും ഒക്കെ ആയിരുന്ന കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാൻ ശ്രീമാൻ ജോർജ് മാത്യു നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, MP മാണി ഉൾപ്പെടെയുള്ള മുൻ MLA-മാർ ഒരുപാട് പേരുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കുമാരദാസ് നേതൃത്വം കൊടുക്കുന്ന JRS ഉൾപ്പെടെയുള്ള ഏതാണ്ട് 12ഓളം കക്ഷികളുടെ സമ്മേളനമാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. എല്ലാ ഘടകകക്ഷികളും അവരുടെ ശക്തി തെളിയിക്കുന്ന രീതിയിലാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തത്. വെറും 2 ജില്ലകളും ബോർഡറിലുള്ള ചില മണ്ഡലങ്ങളും മാത്രമാണ് പങ്കെടുക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ ജില്ല മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ 1.5 ലക്ഷം ആളുകളെ ഈ ഉച്ച പരിപാടിയിൽ എത്തിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഏതായാലും ഈ സമ്മേളനത്തോടുകൂടി ഞങ്ങൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവിധങ്ങളായ ഘടകകക്ഷികൾ ഇനിയും കൂടുതലായി ഇന്ത്യയോടൊപ്പം വരും. കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പലരുമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമാകും. ആ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുതകരമായ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും ഈ NDAയുടെ സമ്മേളനം. എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ സഹപ്രവർത്തകരുടെയും സജീവമായ സാന്നിധ്യത്തോടു കൂടി നടക്കുന്ന കേരളത്തിലെ ആദ്യത്തെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമ്മേളനമായി ഇത് മാറും. എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ചോദിക്കാൻ അല്ല, പ്രധാനമന്ത്രി കൊച്ചിയിലിറങ്ങുന്നു. ഈ ആളുകളോട് മുഴുവൻ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രൗണ്ടിൽ 11:30 മണിക്കാണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരും. അവിടുന്ന് ഹെലികോപ്റ്ററിൽ നേവൽ ബേസിൽ വരുമായിരിക്കും. നേവൽ എയർപോർട്ടിൽ, പിന്നെ ബൈ റോഡ്. ആദ്യം ധീവരസഭയുടെ പ്രോഗ്രാം മറൈൻ ഡ്രൈവിൽ 12 മണി. അത് കഴിഞ്ഞതിന് ശേഷമാണ് കലൂർ റോഡ് ഷോയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലേക്ക് അദ്ദേഹം പങ്കെടുക്കും. അല്ലല്ല, കലൂർ സ്റ്റേഡിയത്തിന്റെ എവിടെയാണ് റോഡ് ഷോ. വിവിധ പരിപാടികളുണ്ട്, പദ്ധതികളുണ്ട്. സർക്കാർ പരിപാടിയാണ്. അത് സർക്കാർ പരിപാടി. അതെ, കലൂർ സ്റ്റേഡിയത്തിന്റെ ഞങ്ങളുടെ ഈ 2 പന്തലും കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടേക്ക് ഞങ്ങളുടെ പന്തലാണ് 2 സൈഡിൽ. NDAയുടെ പരിപാടിയുടെ പന്തലാണ് 2 സൈഡിലുള്ളത്. ഈ 2 പന്തലിന്റെ പുറകിൽ സൈഡിലാണ് കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനത്തിലുള്ള പന്തലുള്ളത്. ഇതിന്റെ റോഡ് ഷോ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന എൻട്രൻസ് മുതലാണ്. കൃത്യം 1 മണിക്ക് ഇതിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും 11:30 മണിക്കും 12 മണിക്ക് മുമ്പായി ഗ്രൗണ്ടിൽ കയറണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ്. ഉള്ളിൽ കയറാൻ പറ്റില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി വരുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട് വേദിയിലേക്ക് മറ്റാരും കയറ്റില്ല, സദസ്സിലേക്ക് മറ്റാരും കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പായിട്ട് മുഴുവൻ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കലൂർ സ്റ്റേഡിയത്തിലെത്തണം. 12 മണിയോടുകൂടി റോഡ് ഷോ നടക്കും. അതിനുശേഷം BJPയുടെ പരിപാടി, NDAയുടെ പരിപാടി വേദികളിലേക്ക്, സദസ്സിലേക്ക് അവർക്ക് കയറാൻ സാധിക്കും. പരിപാടി 1 മണിക്ക് അവിടെ ആരംഭിക്കും. അല്ല, പരിപാടി 12 മണിക്ക്. 12 മണിക്ക് NDAയുടെ പരിപാടി 12 മണിക്ക് ആരംഭിക്കും. 12 മണിക്ക് പൊതുയോഗം ആരംഭിക്കും. അതിൽ പ്രധാനമന്ത്രി വരുമ്പോൾ 1 മണിക്കും 1:30ക്കും ഇടയിൽ പ്രധാനമന്ത്രി വേദിയിലേക്ക് ആ രീതിയിലാണ്. രാഹുൽ ഗാന്ധി എത്തിയല്ലോ, പ്രഖ്യാപനങ്ങൾ നൽകി മടങ്ങി. ഇതിന്റെ
ഉപരിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും മോദി നടത്തുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, മോഡി പ്രഖ്യാപനങ്ങളല്ലല്ലോ, മോഡി പ്രഖ്യാപനങ്ങളല്ല അവിടെ നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കിയത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും പരാജയങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരിടത്തും വിജയിച്ചിട്ടില്ല. ഇനി കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കർണാടക സംസ്ഥാനം തന്നെ തകർന്നിരിക്കുകയാണ്. അവിടെ ആ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഒരു സ്വയം പരാജയമാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും രണ്ടാമതും പ്രതിപക്ഷത്തായി പോയ കോൺഗ്രസ് പിന്നെ ഭരണത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് UDF ഭരണത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് അധപ്പതിക്കും, അസ്തമിക്കും. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തിയ യാത്ര ഒരു വൻ പരാജയമായിരുന്നു. കാരണം ജമായത്തി ഇസ്ലാമിക്ക് അധികാരം കൈമാറാൻ വേണ്ടിയുള്ള അച്ചാരം വാങ്ങിയ യാത്രയായിട്ടാണ് VD സതീശന്റെ യാത്ര കേരളം കണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകും. അതിനോടനുബന്ധിച്ച് NDA ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ ആ 11-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. ഞങ്ങൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും NDA മത്സരിക്കും. ഞങ്ങൾ BJP ആണോ 2020 ആണോ BDJS ആണോ മറ്റേതെങ്കിലും ഘടകകക്ഷിയാണോ എന്നതിനപ്പുറം NDA എല്ലാ 140 സീറ്റുകളിലും മത്സരിക്കും. അതിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രാമുഖ്യം. ആ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മുമ്പിൽ വെച്ച് എല്ലാ മണ്ഡലങ്ങളിലും NDA മത്സരിക്കും. NDA ഒരു ടീമായി പ്രവർത്തിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ രീതിയിൽ തന്നെ ഞങ്ങളുടെ ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയല്ല മത്സരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കുന്നത് NDA ആണ്. അല്ല, അത് തീരുമാനിക്കാറായിട്ടില്ല. വേറെ ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയല്ല, ഇവിടെ മത്സരിക്കുന്നത് NDA ആണ്. NDA ആണ് മത്സരിക്കുന്നത്. ആ NDA ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ദുർഭരണം അവസാനിപ്പിക്കും. മതിയായി MLA എന്നുള്ള ഒരു ടാഗ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ സിറ്റിംഗ് MLA കുറിച്ചാണ് ആ ഒരു വികാരം, ജനവികാരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ചാൻസസ് ഇപ്പൊ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുള്ള MLAക്ക് ചാൻസസ് കൂടുതലല്ലേ? രണ്ട് മുന്നണികളും മതിയായി എന്നുള്ളതാണ് രണ്ട് മുന്നണികളും മതിയായി എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ പൊതുവികാരം. ആ മുന്നണികളിൽ ഏത് MLA ആണോ ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിലുള്ളത്, ആ MLAക്കെതിരെ ആ നാട്ടിലെ ജനത MLAക്കെതിരെയുള്ള കുറ്റപത്രം തയ്യാറാക്കി അവിടുത്തെ ജനത അതിലൊപ്പിട്ട് MLAക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്കാണ്. കാരണം MLA ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് തന്നെ MLAക്കെതിരായിട്ടുള്ള ചാർജ് ഷീറ്റിൽ ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. അത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഇന്നേ വരെ നടന്നിട്ടില്ല. അത് ഞങ്ങൾ ഇന്ന് NDA കേരളത്തിൽ നടത്തുന്നു. 140 മണ്ഡലങ്ങളിലും ആ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ MLA ഓഫീസുകൾക്ക് നേരെയുള്ള മാർച്ച് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റപത്രങ്ങൾ അതിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ അതിന്റെ പ്രസിദ്ധീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില് പുതിയ പ്രസിഡന്റിന്റെ ഫോട്ടോ വന്നിട്ടില്ല. അതിന്റെ പ്രത്യേക കാരണങ്ങളുണ്ട്. പഴയ പ്രസിഡന്റിന്റെ ഫോട്ടോ അത് വയ്ക്കാം. അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നു. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് NDA ആണ്. അപ്പൊ NDA ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അല്ല, ഇപ്പൊ LDF എങ്ങനെ പറയണത്? CPM സ്ഥാനാർത്ഥി ഞങ്ങൾ NDA ആണ് മത്സരിക്കുന്നത്.
അതിൽ BJP ഉണ്ടാവും, 2020 ഉണ്ടാവും, അതോടൊപ്പം BDJS ഉണ്ടാകും, മറ്റെല്ലാ ഘടകകക്ഷികളും ഉണ്ടാവും. മത്സരിക്കുന്ന NDA, LDF, UDF, NDA. അതിലെന്താ അസ്വാഭാവികത? ആവശ്യമില്ല.